ഇന്ന് ഹോളിഡേ ആണല്ലോ, ഹോളിഡേ ഈദ് പ്രമാണിച്ച് ഹോളിഡേ ആണ്. അപ്പം വേറെ ഒന്നും ചെയ്യാനില്ല. രാവിലെ പള്ളിയിൽ പോയി ഫുഡും കഴിച്ച് വന്ന് കിടന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്നു. ഞാൻ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ ഒരു ഉറക്കം ഉറങ്ങി. ഞാൻ റോയലിൽ പോയായിരുന്നു. ഞാൻ വന്നു, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈദ് പ്രമാണിച്ച് നമ്മൾ എല്ലാവരും കൂടി, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങളൊരു മൂവി ബുക്ക് ചെയ്തായിരുന്നു, എമ്പുരാൻ. അറിയാമല്ലോ, ഇപ്പം 2 ദിവസമായിട്ടുള്ളൂ റിലീസ് ചെയ്തിട്ട്. അപ്പം ഞങ്ങൾ മൂവി കാണാൻ പോണേന്. അപ്പം മൂവി കാണാനായിട്ട് ഇവിടെ നിന്ന് ഇത്തിരി ലോങ് ആണ്. കാരണം എന്ന് വെച്ചാൽ മെട്രോ കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമ്മൾ റൂമിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് നടന്ന് അവിടെ നിന്ന് മെട്രോ കയറിയിട്ട് യൂണിയൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഞാൻ 2 വട്ടത്തിന് എന്തോ പോയി ദുബായി വന്നിട്ട്. പക്ഷെ ഇവിടെ ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. അങ്ങനെ അത് പണ്ടൊരു പടത്തിന് പോയി. നീ അവസാനം കണ്ട പടം ഏതാ പറഞ്ഞ പോലെ? നീ ഞാനാ തിയേറ്ററിൽ പോയിട്ട് അവസാനം കണ്ട പടം ഏതാ? ലാസ്റ്റ് കണ്ട പടം തിയേറ്ററിൽ പോയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ റൂമിന്റെ ഒരു ലൊക്കേഷൻ ആണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇത്. ഇവിടെ എല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ 7 സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. നല്ല വെയിലട്ടോ, അതുകൊണ്ട് ഗ്ലാസ് വെച്ച്. ബദർ, ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട പടം ഏതാ? ഏത് പടം ഓർമ്മില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ കല്യാണത്തിന് ശേഷമാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോകണത്? അത് ഓർമ്മ. കല്യാണം കഴിഞ്ഞ ശേഷം പടത്തിന് പോയി. കല്യാണത്തിന് മുമ്പ് ഒരുപാട് പടത്തിന് പോയിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം ഒറ്റപ്പടത്തിനെ പോയിട്ടുള്ളൂ. ഒറ്റയല്ല, നമുക്കൊന്ന് മലയാളമല്ലാന്ന് തോന്നുന്നു. ഹിന്ദിയോ എന്നൊരു ഡൗട്ട്. ഹിന്ദിപ്പടം അല്ല, ആകെ ഒരു തവണ മാത്രം തിയേറ്ററിൽ പോയിട്ടുള്ളൂ. പിന്നെ കല്യാണത്തിന് ശേഷം അല്ലല്ല പോയി. ഓക്കെ, പിന്നെ ഒറ്റപ്പടം എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയല്ല, പോയി. ഞാൻ പറഞ്ഞു ഏത് പടവും നമുക്ക് ഓർമ്മില്ല. പോയി. അപ്പൊ ഏത് പടമൊന്നു ഒരു പടത്തിന്റെ പേര് ബദ്രുവിന് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. അത് തിയേറ്ററിൽ കണ്ടത് കൃഷി. ഓക്കെ, ഞാൻ ചോദിച്ചാൽ അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അവസാനം പോയത് എപ്പോഴാണ്? അറിഞ്ഞൂടാ. അത് ഓർമ്മയില്ല. അപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവില്ല പടം കണ്ടിട്ട്. അവസാനം തിയേറ്ററിൽ പോയിട്ട് ഒരുപാട് നാളായില്ല. അപ്പൊ തിയേറ്ററിൽ പോയിട്ട് കുറെ വർഷമായി. അയ്യോ, ഞാൻ ആടുജീവിതം കണ്ടത് ഇവിടെ നിന്നാണ്. ഇവിടുത്തെ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. പിന്നെ ആടുജീവിതം കണ്ട ഇവിടെ നിന്ന്. പിന്നെ വേറെ ഇത് പടം കണ്ടത്, വേറൊരു പടവും കൂടി കണ്ടായിരുന്നു കേട്ടോ. കടുവയൊക്കെ നാട്ടില് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യണതിന് മുമ്പ് ഇറങ്ങിയ പടമാണ് കടുവ. പൃഥ്വിരാജിന്റെ അല്ലേ? ജോയിൻ ചെയ്തതിന് മുമ്പ് ഇറങ്ങി. അങ്ങനെ നമ്മൾ നടന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് എത്താറായി. അപ്പോഴാണ് എൻ്റെ കൺമുൻപിലേക്ക് ഒരു കാഴ്ച ഞാൻ കണ്ടത്. വേറൊന്നുമല്ല, ഈന്തപ്പഴ മരമൊക്കെ കായ്ച്ചു നിൽക്കുന്ന സീനാണ് ഞാൻ കണ്ടത്. അപ്പം ഈന്തപ്പഴ മരത്തിനെ കുറിച്ച് ഞാൻ 2 വാക്കൊന്ന് പറയാട്ടെ. എന്തായാലും ഈന്തപ്പന എന്ന മരത്തിലുണ്ടാവുന്ന പഴം ലോകത്തിലെ വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രമേ ഇത് കാണപ്പെടുന്നുള്ളൂ. പ്രധാനമായും അറേബ്യൻ രാജ്യങ്ങളിലെ ഒരു പ്രധാന നാണ്യവിളയാണിത്. 500-ലധികം തരം ഈന്തപ്പഴങ്ങൾ ഇന്നുണ്ട്. സ്വാഭാവികമായും മധുരം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ മിതമായി ഉപയോഗിക്കുന്നതാവും നല്ലത്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഈന്തപ്പഴം കുറച്ച് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു പഴമാണിത്. കൂടാതെ കാൽസ്യം, സോഡിയം, മാഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ധാരാളം ലവണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു.
ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടത്. കാരണം എന്ന് വെച്ചാൽ ഇത് ചൂട് സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ കായൊക്കെ പഴുത്ത് നല്ല ഈന്തപ്പഴം പഴുത്ത് നിൽക്കുന്ന സീൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് പോകണേണ്. അപ്പം ഞാൻ മെട്രോ സ്റ്റേഷൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഒരു അടിപൊളി മെട്രോ സ്റ്റേഷൻ തന്നെ ഉണ്ട്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ് നമ്മുടെ കൊച്ചിയിലെ മെട്രോ സ്റ്റേഷൻ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. എന്തായാലും ഇപ്പം ഞങ്ങൾ കയറാൻ പോണ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ യൂണിയനിലേക്ക് പോകാൻ പോണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ നടക്കാനായിട്ട് തന്നെ കുറച്ചുണ്ടെന്ന് തോന്നല്ലേ, ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടെന്ന് തോന്നില്ല. മെട്രോ വന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയാൽ പോലും 10 മിനിറ്റ് നടക്കാനുണ്ട്. പത്ത് മിനിറ്റ് നടന്നാൽ മാത്രമേ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എത്തുള്ളൂ. മെയിൻ എൻട്രൻസ് എത്താം. അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് എസ്കലേറ്റർ കയറിയിട്ട് നമ്മളിവിടെ എത്തി. ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ, നല്ല കത്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങനെ വാങ്ങാറില്ല. സർവീസുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സുഖമുണ്ട്. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലമൊന്നും കൺഫ്യൂഷനൊന്നും അടിക്കില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും നമുക്ക് എവിടെ വേണമെങ്കിലും. ദുബായ് പട്ടണത്തിലെ അതിവേഗ റെയിൽ ഗതാഗത ശൃംഖലയാണ് ദുബായ് മെട്രോ. ഡ്രൈവർ ഇല്ലാതെ തികച്ചും യാന്ത്രികമായി പ്രവർത്തിക്കുന്ന മെട്രോ ട്രെയിനാണിത്. ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യത്തെ മെട്രോ എന്ന ബഹുമതിയും ദുബായ് മെട്രോക്ക് തന്നെ. റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ, ബ്ലൂ ലൈൻ എന്നിങ്ങനെ 4 പ്രധാന പാതകളാണ് ദുബായ് മെട്രോയുടെ നിർമ്മാണ പദ്ധതിയിലുള്ളത്. ഇതിൽ റെഡ് ലൈൻ 2009 സെപ്റ്റംബർ 9 രാത്രി 9 മണിക്ക് ഭാഗികമായി പ്രവർത്തനം തുടങ്ങി. റെഡ് ലൈനിലെ ശേഷിച്ച ഭാഗം ഏപ്രിൽ 2010 പ്രവർത്തനം തുടങ്ങി. 29 സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന റെഡ് ലൈനിന്റെ ഉദ്ഘാടനം 2009 സെപ്റ്റംബർ 9 നിർവഹിക്കപ്പെടുകയും സെപ്റ്റംബർ 10 വൈകിട്ട് 6 മണി മുതൽ യാത്രക്കായി സേവനം ആരംഭിക്കുകയും ചെയ്തു. 52.1 കിലോമീറ്റർ ദൂരമാണ് റെഡ് ലൈനിനുള്ളത്. അങ്ങനെ നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയായിരുന്നു. അങ്ങനെ നമ്മൾ കാർഡൊക്കെ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു മെട്രോയുടെ. അപ്പോൾ പതിവിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. മെട്രോൻ്റെ ഉള്ളിലും ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് ചെയ്തേക്കുന്ന മാള് നമ്മുടെ ഫ്രണ്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ മാളിലേക്ക് നമ്മൾ ആരും പോയിട്ടില്ല. അങ്ങനെ ഞാനും ബദറും പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മാൾ എവിടെയാണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മാത്രമേ നമുക്ക് മാളിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഒരുവിധം ചോദിച്ചും പിടിച്ചും നമ്മൾ മാള് കണ്ടുപിടിച്ചായിരുന്നു. അതായത് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു കേട്ടോ മാള്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ തൊട്ടടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ചായയും കൂടി കുടിച്ചിട്ടാണ് നമ്മൾ മാളിലേക്ക് കയറാൻ പോകുന്നത്. മാളിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് തന്നെ കുടിച്ച്. മാളിൻ്റെ എൻട്രൻസ് കണ്ടെത്താനായിട്ട് നമ്മൾ ഒരുപാട് ആദ്യം ബുദ്ധിമുട്ടിയായിരുന്നു. പിന്നെ ഫൈനലി നമ്മൾ കണ്ടെത്തിയായിരുന്നു. അപ്പോൾ മാളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടുത്തെ ഒരു സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയർ. അങ്ങനെ നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി ഓരോന്നൊക്കെ കണ്ടും കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. പക്ഷേ നമ്മൾ മൂവി ബുക്ക് ചെയ്തിട്ട് ഏതോ ഒരു ഫ്ലോറിലാണ്. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മാപ്പൊക്കെ നമ്മൾ സെർച്ച് ചെയ്തായിരുന്നു. എന്നിട്ടും നമുക്ക് പിടികിട്ടണില്ല എവിടെയാണ്, ഏത് സെക്ഷനിലായിരുന്നു. അപ്പം നമ്മൾ ഫ്രണ്ടിനെ കോൾ ചെയ്ത് എവിടെയാണെന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് അങ്ങനെ ഫൈനലി നമ്മൾ അതും കണ്ടെത്തി ഗൈസ്. അതും കണ്ടെത്തി നമ്മൾ മൂവി സെക്ഷനിലേക്ക് അങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ അവിടെ ഷോ തുടങ്ങാനായിട്ട് ഇന്നൊരു 5 മിനിറ്റ്സും കൂടി ഉള്ളു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിരുന്നു. അതിൻ്റെ കലിപ്പൊക്കെ അവരുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഒന്നും മിണ്ടാൻ പോയില്ല ആദ്യം തന്നെ. കാരണം നമ്മളോട് നേരത്തെ വിളിച്ചു പറഞ്ഞാണ് നേരത്തെ എത്തണമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് വഴി മാറിപ്പോയല്ലോ, എന്ത് ചെയ്യാനാ. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കോംപ്രമൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടന്നായിരുന്നു. അങ്ങനെ നമ്മുടെ സീറ്റ് വന്നത് ശരിക്കും പറഞ്ഞ ഒരു മിഡിൽ ഏരിയയിലാണ് കേട്ടോ നമ്മുടെ സീറ്റ്. അപ്പം നമ്മൾ മൂവി കാണാനായിട്ട് വന്ന് തിയേറ്ററിൽ കയറി ഇരിക്കണേണ്. അപ്പം എമ്പുരാൻ തുടങ്ങിയിട്ടുള്ള പരസ്യമാണ് തുടങ്ങിയേക്കണത്. ബർഗറിന്റെ പരസ്യം കാണിക്കുന്നുണ്ട്. പടം പിടിക്കണമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ടുവന്നു ദുബായ് പോലീസ്. അല്ല പോകുമെന്ന് പിടിച്ചുകൊണ്ടുപോകും. മൊബൈല് പടം പടർത്തി എന്നും പറഞ്ഞ് എമ്പുരാന്റെ കൂടെ വന്ന ബദ്രുവിനെയും കൊണ്ടുപോകും.
എന്താണ് മൊത്തം തിന്നണല്ലോ, ഫുൾ പാക്കറ്റാണല്ലോ. എന്നോട് പറഞ്ഞാണ് ഇത് തിന്ന് നിർത്തിട്ട് സിനിമ തീർന്നക്കാർ മുന്നേ വിജീഷ് ഒരു ഹായ് പറഞ്ഞു. ഇനി ഇറങ്ങി കഴിയുമ്പോ രാത്രിയാവും. ഹായ്. നീ എന്താ പരിപാടി? ഷാൻ വ്ലോഗ്സ് ഒന്നും കേട്ടിട്ടില്ല? അയ്യോ എന്താ അങ്ങനെ നാറ്റിക്കരുത്. അല്ല അവൻ പറയടേ, ഇത്ര ഫേമസ് ആയ ഷാൻ വ്ലോഗ്സ് എന്നും പറഞ്ഞിട്ടുള്ള ചാനൽ നിങ്ങൾ കേട്ടിട്ടില്ലേന്ന്. മറ്റേ ഇതില് പറയണ പോലെ ഉണ്ട്. ഇതില് എന്താണ് പടത്തിന്റെ പേര്? എടാ സെലികുമാറിന്റെ മറ്റേ പടം ഉണ്ടല്ലോ, ഡാൻസർ അതേപോലെ ലാലേട്ടനെ കാണിക്കണൊക്കെ പൊളി തന്നെയായിരുന്നു കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇന്റർവെൽ ആയപ്പോൾ ഞാനും ജോബിനും കൂടി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. വാഷ്റൂമിലും പോവാ, പിന്നെ ടീയോ കോഫിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാമെന്നും പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് പോയി. പടം എങ്ങനെ ഉണ്ടായിരുന്നു ജോബിന്? ഫസ്റ്റ് ഹാഫ് കൊള്ളാം, അടിപൊളിയാണ്. പിന്നെന്താ പറയാ, തിയേറ്റർ നല്ല അടിപൊളി തിയേറ്ററാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും എനിക്ക് കുഴപ്പം തോന്നിയില്ല. കാരണം എന്ന് വെച്ചാല് മേക്കിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരുന്നില്ല മേക്കിംഗ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് ബോളിവുഡ് അങ്ങനത്തെ പടത്തിൽ മാത്രം കണ്ടിട്ടുള്ളൂ, മലയാളത്തിൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇന്റർവെല്ലായിട്ടാ ഹാഫ് പോർഷൻ കണ്ടിട്ട് നമ്മള് വാഷ്റൂമിലേക്ക് പോകുകയാണ് ഗൈസ്. മൂത്രവെച്ചിട്ട് ബാക്കി കാണാമെന്ന് വിചാരിച്ചു. അവന് ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പോ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ലെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നീ റിവ്യൂ കണ്ടിട്ടുണ്ട്, നീ റിവ്യൂ കണ്ടോണ്ടാ ഞാൻ മനസ്സിൽ. അതടുത്ത പാട്ട് 3 ആണ്. 3 അതാരാണെന്നല്ലേ, അത് ഞാൻ ഇവരോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. അതാരായിരുന്നു? പ്രണോ. പക്ഷേ അടുത്ത പാട്ടിൽ ടോവിനോ ഇല്ല. അടുത്ത പാട്ടിൽ ടോവിനോ ഇല്ലല്ലോടാ. ടോവിനോ ഇല്ല ഗീസ്. അപ്പൊ പടമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോണേ. ഇനിയൊരു ഡിന്നർ ഉണ്ട് ഗീസ്. അത് മാക്സിമം വിജീഷ് പടം കണ്ടില്ല. അത് കണ്ട വിജീഷ് പടം കണ്ടില്ല. വിജീഷ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞായിരുന്നു പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉറങ്ങിപ്പോയി. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോ പറഞ്ഞ് എനിക്ക് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെടായിരുന്നു, ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഉറങ്ങണായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ അവൻ കണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തില് പാട്ടും പൊള്ളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു വെറൈറ്റി ആക്ഷൻ പടമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് വന്നേക്കണ കേട്ടോ. അതെ, ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാല് ഫുഡ് കഴിക്കണം. നീ ഉച്ചക്ക് എന്താ കഴിച്ചത്? സാമ്പാറാ? ഉച്ചക്ക് എന്താ കഴിച്ചാന്ന് ചോദിച്ചേ? സാമ്പാർ. പെരുന്നാളായിട്ട് സാമ്പാർ കഴിച്ച ബദ്രുവിനെ കാണിച്ചു തരുന്നു. പുതിയൊരു അതിഥിനെ ഞാൻ പരിചയപ്പെടുത്തി തരാട്ടെ. ഇതാണ് നമ്മുടെ ജിനേഷ് മോൻ. അല്ല ഇപ്പൊ ഈയിടെയായിട്ട് ഭയങ്കര സുന്ദരനൊക്കെ ആയിട്ടുണ്ട്. നേരത്തെ ഇത്തരം ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ പൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഈയിടക്കാണ് കല്യാണമൊക്കെ കഴിഞ്ഞത്, അതുകൊണ്ട് ഇപ്പൊ ഇത്തിരി ചെക്കൻ ഗ്ലാമറായി.
വേറൊരാള് ഫ്രണ്ടിലൂടെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ലേ, വീഡിയോയിലൊക്കെ ഇപ്പൊ പെയ്ഡാണ്, പെയ്ഡ് വീഡിയോ എടുക്കാനേ സമ്മതിക്കുള്ളൂ. പക്ഷെ അപ്പോൾ മൂവിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് ഇനി റൂമിലേക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നേരമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നേരത്തെ പോയി റൂമിൽ പോയി കിടന്നാൽ മാത്രമേ നാളെ രാവിലെ എണീച്ച് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഡിലേ ആയിപ്പോയി. 2-3 ആഴ്ചക്ക് മുമ്പെടുത്ത വീഡിയോ ആയിരുന്നു. എന്നാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇനി പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.